നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാമലക്കണ്ടം സ്വദേശിക്കാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട് നിർവഹിച്ചു. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവന നിർമ്മാണം തുടങ്ങി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരസഹായമില്ലാതെ ചലിക്കാൻ പോലും സാധിക്കാത്ത മാമലക്കണ്ടം സ്വദേശിയുടെ വീടെന്ന സ്വപ്നമാണ് പൂവണിയുന്നത്. പുതുവത്സര സമ്മാനമായി വീട് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട് നിർവഹിച്ചു. മാമലക്കണ്ടം സ്വദേശിയായ അനീഷ് എം ശശിധരൻ 2 കുട്ടികളെയും ഭാര്യയും കൊണ്ട് MC റോഡ് അരികിൽ പുറമ്പോക്ക് ഭൂമിയിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് കഴിഞ്ഞു പോന്നിരുന്നത്. ഭവന നിർമ്മാണത്തിന് കായനാട് UP സ്കൂളിന് സമീപം 4 സെന്റ് സ്ഥലം വാങ്ങി നൽകി കോൺട്രാക്ടറായ ആടുകുഴി രാജു ചാക്കോയാണ് 9 ലക്ഷം രൂപ അധികം ചെലവിൽ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകുക. നിർധനരും നിരാലംബരുമായ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പുള്ള വീടെന്ന സ്വപ്നമാണ് ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് സാക്ഷാത്കാരം നൽകുന്നത്. ദാനം ചെയ്തതുകൊണ്ട് ആരും ദരിദ്രരായിട്ടില്ല എന്ന ആശയത്തിൽ ആഴത്തിൽ ആസ്ഥാനമിട്ടുകൊണ്ടാണ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ കാലാവധിയുടെ ആദ്യ പ്രവൃത്തിയായി ഈ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ഭാരവാഹികളായ ജോസ് വർക്കി കാക്കനാട്ട് പ്രസിഡന്റ്, OP ബേബി വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി A ജയറാം, ട്രഷറർ BB കിഷോർ, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് OV അനീഷ് എന്നിവർ പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സെൻ ചെറിയാൻ, ഹിപ്സൺ എബ്രഹാം, അഡ്വക്കേറ്റ് റാം മോഹൻ L, ഷെറിമോൻ ചാലക്കര, ബിജു K ചെറിയാൻ, സേവ്യർ നെല്ലിപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ടീം ചാനൽ മൂവാറ്റുപുഴ.